നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ആദ്യം കൊടുക്കുക. നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന നല്ല കിഡിലൻ പ്രൊഡക്റ്റുകളാണ്, നാളെ വിദേശ വിപണികളിലേക്ക് എത്താൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ്. ഫർഹാൻ ഭായ്, നിങ്ങൾ ചെയ്യുന്ന എന്തായാലും നല്ലൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുത്തു, നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ഈ ഒരു പ്രീമിയം പാക്കേജിൽ തന്നെ MRP വളരെയധികം കുറച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. നാച്ചുറൽ മിന്റ് ആണ് ആഡഡ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ മന്തിയൊക്കെ നിന്നിട്ട് വല്ലാണ്ട് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ബ്രാൻഡ്, പ്രത്യേകിച്ച് നമ്മൾ ഈ കോഴിക്കോട് മണ്ണ്. ഇതൊന്ന് കഴിച്ചോട്ടെ. ബട്ടർ മോര് അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ സാധാരണക്കാർക്കും വേണ്ടിയിട്ടുണ്ട് ഇത്. ബോയിലിംഗ് തന്നെ നല്ല ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ ആണ്. വന്നോളി, നിങ്ങൾ പൈസ ഒന്നും മുടക്കണ്ട. ക്വാളിറ്റി മീൻസ് CCCയിൽ ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിൽ പോലും അതിലൊരു കഷ്ണം മിന്റ് ഇട്ടാണ് കുടിക്കുക. അപ്പൊ അവിടെ ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡാണ്. കേരള മണ്ണിലെ പച്ചപ്പിൽ നിന്നും പച്ചില കൊണ്ടുണ്ടാക്കിയത്. ഏതായാലും ഇത്ര സാധനം കുടിച്ചില്ലേ നിങ്ങളിപ്പോ. ഞാൻ ബ്രാൻഡ് ഞാൻ എടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് അല്ല. ആ ബ്രാൻഡുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ ലോക്കൽ സെറ്റപ്പിലോട്ടാണോ അത്? കാരണം അത് നമ്മൾ വിപണിയിലോട്ട് നല്ല രീതിയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എക്സാക്ട്ലി സെയിം. ഇതൊരു വെറൈറ്റി, വലിയൊരു മാർക്കറ്റ് പുറത്തുണ്ട്, എക്സ്പോർട്ടിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. UK ആയിക്കോട്ടെ, ഓസ്ട്രേലിയ. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് ഈ സാധനം വേണ്ടി. ഇത്തരത്തിലുള്ള നല്ല കിഡിലൻ ജ്യൂസുകളൊക്കെ ചെയ്യുന്ന കോഴിക്കോട് പന്തീരങ്കാവിലുള്ള ഒരു കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കിഡിലൻ ബിസിനസ് അവസരം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണർ ഫർഹാൻ ഭായ് തിരക്കിലാണോ? എന്തൊക്കെയാണ്? നമ്മളെ കമ്പനിയെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എത്ര വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഏകദേശം 3 വർഷമായി. 3 വർഷമായി. ഇപ്പൊ ഒരു 4-5 മാസമായിട്ടുള്ള നമ്മള് വിപണിയിലോട്ട് ഇറങ്ങിയിട്ട്. വെറൈറ്റി പല ഐറ്റംസുകൾ ഉള്ളതുകൊണ്ട് ഇതിന് മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടി കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മളിപ്പോ ഒരു 4 മാസമായി മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ പോകുന്നുണ്ട്. ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 3-4 ജില്ലകൾ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഇതെങ്ങനെയാണ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിലേക്കാണോ സപ്ലൈ ചെയ്യുന്നത്? ഡയറക്റ്റ് അല്ല, നമ്മള് ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ആദ്യം കൊടുക്കുക. ഓരോ ജില്ലകളിൽ നമ്മളെ ഈ പറയുന്ന താലൂക്ക് അടിസ്ഥാനത്തിൽ ഇല്ല, നമ്മൾ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ഡെയിലി ഇത്ര ഒരു കേസസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കേസസ് പോകണമെന്നുണ്ട്. ആ ഒരു ടാർഗറ്റ് മാത്രം അവർ അച്ചീവ് ചെയ്താൽ അതിൽ കൂടുതൽ സെയിൽ നമ്മളായിട്ട് ഉണ്ടാക്കി കിട്ടും. നമ്മളെ കമ്പനിയുടെ പേര് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. എക്സാക്ട് ലൊക്കേഷൻ മുവാമി ഫുഡ്സ് എന്നാണ് കമ്പനിയുടെ പേര്. കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഓൾമോസ്റ്റ് 3 വർഷമായി. നാച്ചുറൽ ആയിട്ട് വരുന്ന പല ഐറ്റംസുകളും വരുന്നുണ്ട്. നാച്ചുറൽ ഐഡന്റിഫിക്കൽ ഫ്ലേവർ ആഡ് ചെയ്യുന്ന 2-3 ഐറ്റംസുകൾ അതും വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന നല്ല കിഡിലൻ പ്രൊഡക്റ്റുകളാണ്, നാളെ വിദേശ വിപണികളിലേക്ക് എത്താൻ പോകുന്ന പ്രൊഡക്റ്റുകളാണ്. ഫർഹാൻ ഭായ്, നിങ്ങൾ ചെയ്യുന്ന എന്തായാലും നല്ലൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുത്തു, നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. എന്തായാലും ഈ പ്രൊഡക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പോ ഈ വിപണിയിൽ കളറുള്ള വെള്ളങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ കലക്കിയിട്ട് പാർന്നതാണെന്നുള്ളൊരു തോട്ട് നമുക്ക് ഇവിടെ പുറത്ത് സെയിലിന് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ 100% പറയണേ, ഇതിൽ 100% പൾപ്പാണ് വരുന്നത്. ഇതിൽ നല്ല നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളിലും നമ്മൾ മിന്റ് ആയിക്കോട്ടെ, മോരായിക്കോട്ടെ, ഏത് ഇപ്പൊ ഗ്രേപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ പ്യൂർ ഫ്രൂട്ട് പൾപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പൾപ്പ് തന്നെയാണ് വരുന്നത്, ഫ്ലേവേർഡ് അല്ല, ഒരിക്കലല്ല. കാരണം ഇത് നമ്മള് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പകരം നമ്മൾ ചെറുങ്ങനെ ഒന്ന് മാറ്റി ചിന്തിച്ച് എന്തുകൊണ്ട് ഒരു അല്പം സോഡ കയറ്റിയാൽ കൊള്ളാം, ആ രീതിയിൽ പൾപ്പ് വിത്ത് സോഡ കയറ്റിയിട്ടാണ് നമ്മളെ ഈ പാഷൻ ഫ്രൂട്ടിന്റെ ഫിസ് വരുന്നത്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് വീഡിയോയുടെ അവസാനം പറയാട്ടോ. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. അല്ല ഫർഹാൻ ഭായ്, നിങ്ങൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്ത് ഈ ഒരു MRP എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് കൊടുക്കുന്നത്? അതായത് നാച്ചുറൽ പൾപ്പ് ഉപയോഗിച്ചാണ് പലതിനും കൊടുക്കുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്ക് ഈ ബാക്കി വരുന്ന ഇവിടെ ഒരുപാട് നാട്ടിലേക്ക് ഡ്രിങ്ക്സുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ പ്രൈസിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അമിതമായിട്ടുള്ള കൊള്ളലാഭം ഒഴിവാക്കിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈ കേരളത്തിലേക്ക് ഈ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓവർ എന്ത് വരുന്നില്ല, ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് അവിടെ വരുന്നില്ല. ഇവിടെ കോഴിക്കോട് തന്നെ നിർമ്മാണം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന കേരളത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രീമിയം പാക്കേജിൽ തന്നെ MRP വളരെയധികം കുറച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത്. വെരി ഗുഡ്. ഈ ഒരു പ്രോഡക്റ്റ് ഏതാണ്? ലിച്ചിയാണ്. നമ്മൾ അതിന്റെ സാമ്പിൾ ഇതുണ്ട്. സാമ്പിൾ ലിച്ചിയാണ് വരുന്നത്. ഇതാണ് ഐറ്റം. അതെ, ലിച്ചി.
സൂപ്പർ. കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല അല്ലേ. അതെ അതെ, ഞാൻ പറയുന്നില്ല, ഞാൻ പറയുമ്പോ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയായിരിക്കും. നല്ല ഐറ്റം. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇപ്പൊ നിലവിൽ ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പൊ നിലവിൽ കാസർഗോഡ് ഉണ്ട്, കണ്ണൂരുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പിന്നെ തിരുവനന്തപുരം, കൊല്ലം. ഇത്രയും ജില്ലകളിൽ നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഇതാ മൂവാം ഈ ഒരു ബ്രാൻഡ് നോക്കി മേടിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. അപ്പൊ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇത് കണ്ടോ അടുത്ത ഐറ്റം മിന്റിൽ വരുന്ന ഐറ്റം അല്ലേ? അതെ, മിന്റ്. ക്വാണ്ടിറ്റി എങ്ങനെ വരും? 250 ml ആണ്. ഓക്കെ, എല്ലാത്തിന്റെ നമ്മൾ ഓൾമോസ്റ്റ് 250 ഉണ്ട്, 200 ഉണ്ട്. ഓക്കെ, ഈ റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇത് നാച്ചുറൽ മിന്റ് ആണ് ആഡഡ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളിപ്പോ ആഫ്റ്റർ ഫുഡിന് ശേഷം ഡൈജഷൻസിന് ഏറ്റവും ബെറ്റർ ആണ്. ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, വേറൊരു ബ്രാൻഡിന് ഡ്രിങ്ക് എടുത്തിട്ട് എനർജി ഡ്രിങ്ക് ആണെന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലോട്ട് ആദ്യം സെറ്റ് ചെയ്യും. അത് മേടിക്കുന്നതിന് മുമ്പേ ഞാൻ വാങ്ങാൻ വേണ്ടി പോകുന്നത് എനർജി ഡ്രിങ്ക് ആണ്. അപ്പൊ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഇതൊന്നും കാണണ്ട, ഈ സാധനം ആഫ്റ്റർ ഫുഡിന് ശേഷം നിങ്ങൾ കുടിച്ചോ. ഇപ്പൊ ക്ഷീണമായിട്ട് വരുമ്പോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചടഞ്ഞു കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സാധനം കുടിച്ചോ. നിങ്ങൾ ഒന്നും സിഗ്നൽ കൊടുക്കണ്ട, ഒരു 10 minutes നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സൂപ്പർ സൂപ്പർ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അൺലിമിറ്റഡ് മന്തികളാ, അൺലിമിറ്റഡ് ബിരിയാണി അല്ലേ, ആ എത്ര വേണം അടിച്ചു കയറ്റി കളി. ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഈ 250 ml സെറ്റ് അടിപൊളി. ചില സമയത്ത് നമ്മൾ ഈ മന്തിയൊക്കെ നിന്നിട്ട് വല്ലാണ്ട് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ അല്ല, നമുക്ക് ഈ ഇരുന്നോടത്ത് എണീക്കാൻ ഭയങ്കര അല്ലേ. നിങ്ങളിത് കുടിച്ചോളി, നമ്മൾ വെറുതെ പറയണല്ല. ഓക്കെ ഓക്കെ. എന്തായാലും നെക്സ്റ്റ് ഐറ്റം നല്ല കിഡിലൻ മുവാമി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മുവാമിയുടെ സിഗ്നേച്ചർ ടേസ്റ്റ് ആയിട്ട് 2 ഐറ്റംസാ വരുന്നത്. അതിൽ ഒന്ന് ഇതാണ്. അടിപൊളി അടിപൊളി. മുവാമി ആക്കിയത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് പോലും അല്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് ഐറ്റം. അപ്പൊ അടുത്ത ഐറ്റം ഇതാണ്. ഇത് ലെമൺ ഫിസ്. ലൈക്ക് ഇന്നിപ്പം പല ബ്രാൻഡുകളുടെ സാധനങ്ങളും നമ്മുടെ നാട്ടില് ലെമൺ ബേസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് ഇപ്പൊ വരുന്നൊക്കെ പുറത്തുനിന്നാണല്ലോ. അടിപൊളി അടിപൊളി. അപ്പൊ കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യട്ടെ, അതും പ്രത്യേകിച്ച് നമ്മളെ ഈ കോഴിക്കോടിന്റെ മണ്ണ്. അതെ അതെ, എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ നമ്മളങ്ങനെ മുവാമിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മള് നേരത്തെ കാണിക്കാൻ വിട്ടുപോയ 2-3 ഐറ്റംസ് ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം. ഇതാ മോര് അല്ലേ? അതെ, മോര്, മസാല മോര്, ബട്ടർ മിൽക്ക് സോഡ. ഏതാ? ബട്ടർ മിൽക്ക് സോഡ. ഓക്കെ ഓക്കെ. ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ? ധൈര്യത്തിൽ ടേസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഇത് കഴിഞ്ഞിട്ട് പറയല്ലേ. ആയിക്കോട്ടെ. ഇതേതാണ്? ഇത് ഗ്രേപ്പ്. ഇതിനെ പറ്റി പറയാണ്ട് നമുക്ക്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരുപാട് ഐറ്റംസ് ആഡ് ഓൺ ചെയ്യാനുണ്ടാവും അല്ലേ? ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ റിവീൽ ചെയ്യാം. ഇതൊന്ന് കഴിച്ചോട്ടെ. ബട്ടർ മോര് അല്ലേ? ബട്ടർ മോര് അടിപൊളിയാണ്. അടിപൊളിയാണ്, സൂപ്പറാ. വീഡിയോക്ക് വേണ്ടി പറയുന്നല്ല കേട്ടോ, അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാനതാ പറഞ്ഞത്, ഇവിടെ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് വെച്ചിട്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വന്ന് അതിന് എല്ലാ പ്രൊഡക്റ്റും അടിപൊളി അത് നിങ്ങൾ പറയണ്ട. നിങ്ങൾ കുടിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാരണം അതാണ് ആൾക്കാർ കാണാൻ വേണ്ടി പോണതും. അത് മേ ബി നിങ്ങളെ റിവ്യൂ കണ്ടിട്ട് ചിലപ്പോൾ ആൾക്കാർ അത് വാങ്ങി കുടിക്കാൻ വേണ്ടി പോണത്. പിന്നെ കുടിക്കാൻ തോന്നുന്നു, ഒരു ചെറിയൊരു സൂരൊക്കെ കിട്ടുന്നുണ്ട്. അത് മസാല മോരിൽ നമ്മൾ തൈരെടുത്തിട്ട് മോരാക്കി അത് ഹൈജീനിക്കോട് കൂടിയാണ് അതിന് മസാല ആഡ് ചെയ്ത് അതിൽ കുറച്ച് സോഡയും കൂടി ആഡ് ചെയ്ത് ചെറിയ തോതിൽ സോഡ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവും. അടിപൊളി. ഇതായിരുന്നു നമ്മൾ നേരത്തെ. പിന്നെ ഉള്ളത് ഇനി ഗ്രേപ്പാണ്. ഗ്രേപ്പില്ലേ? ഇതില് ഒരു കുഞ്ഞിനും കൂടി വരുന്നുണ്ട്. അതായത് ഒന്നുമില്ല, ഇത് നമുക്ക് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെ എത്ര ക്വാണ്ടിറ്റി വരുന്നത്? അത് 280 ml. അത് പാക്കിംഗ് തന്നെ കണ്ടാൽ അറിയാം. ഇത് 160 ml. 160. ഓക്കെ. മോര് എത്ര ഉണ്ട്? അത് 200. ഇതിനെ കുഞ്ഞിനാച്ചിട്ട് മാറ്റി നിർത്തണ്ട, ഒരു പ്രീമിയം ആണ്. അത് പ്രീമിയം സെഗ്മെന്റിലോട്ട് വരുന്നത്. ബോട്ടിലും കാര്യങ്ങളൊക്കെ ഗ്രേപ്പ് ജ്യൂസ് ആണ്. നമ്മളെ ഈ ഗ്രേപ്പിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിപ്പോ ഗൂഗിളോ അല്ലെങ്കിൽ ചാറ്റ് GPT ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ 95% ഈ പറയുന്ന ഗുണങ്ങൾ നമ്മൾ ഈ ജ്യൂസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജ്യൂസാണ്, മറ്റേ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, ഈ ബോൾ ഗ്രേപ്പ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇത് പ്യൂർ ജ്യൂസാണ്. ഓ ധൈര്യത്തിൽ ഒന്നും വരില്ല. സെയിം അല്ല, ഇതിന് ചിലപ്പം തിക്നെസ് കൂടും. ആണോ? പ്രീമിയം ആയിക്കോട്ടെ അല്ലേ? അതെ, നമ്മൾ ഇതായിരുന്നു ആദ്യം ഇറക്കേണ്ടി വരും മാർക്കറ്റിൽ. അപ്പോൾ സാധാരണക്കാരൊക്കെ ചോദിച്ചു, നമുക്ക് വലിയ വില കൊടുത്തിട്ടൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പൊ സാധാരണക്കാർക്കും വേണ്ടിട്ട് എന്ത് ചെയ്ത് 20 രൂപ ബോയിലിംഗ് തന്നെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇത് നമ്മൾ നാച്ചുറൽ എനർജി ഡ്രിങ്ക് ആണത്. ഓക്കെയാണ്, ഇത് രണ്ടും ഓക്കെ. ഇനി അടുത്തതിന്റെ ഞാൻ പറഞ്ഞു കേട്ടോ. അതിനിടയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നല്ല ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടർ ആണ് വന്നോളി.
നിങ്ങൾ പൈസ ഒന്നും മുടക്കണ്ട. ക്വാളിറ്റി മീൻസ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വിപണിയിൽ നമ്മളെ ബ്രാൻഡിനെ എടുത്തിട്ട് അത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതായത് ഇപ്പോൾ കുറേ ആൾക്കാർ വരും ഈ സീസൺ ആകുമ്പോൾ വിളിക്കും, നമ്മൾ അങ്ങനെ ചെയ്തോളാം അങ്ങനത്തെ ആൾക്കാർ നമുക്ക് വേണ്ട. നമുക്ക് 365 ദിവസവും പല പ്രൊഡക്റ്റുകളും, ഇനിയിപ്പോൾ 2-3 പ്രൊഡക്റ്റ് മഴക്കാലത്ത് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും, എന്നാലും നമുക്ക് സെയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെ മാർക്കറ്റിനോട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ ഓൾറെഡി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ വന്നോളി, നമ്മൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ തരാം. പിന്നെ നമ്മളെ മലയാളികൾ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതാണ്. ഇപ്പൊ ഈ രണ്ട് നിങ്ങളിപ്പോ നല്ല ടേസ്റ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറഞ്ഞ ഷെൽഫ് ലൈഫ് ഉള്ളൂ. കുറഞ്ഞ ഷെൽഫ് ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇല്ല എന്നല്ല, 2 മാസം ഷെൽഫ് ലൈഫ് ഉണ്ട് ഇതിന്. അപ്പൊ ഇത് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല. ഈ വരുന്ന ബാക്കി 4 ഐറ്റംസ് അതിൽ മെയിൻലി എടുത്ത് പറയാൻ പോണത് ലിച്ചി. GCC കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വേറെ ബ്രാൻഡുകൾ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ടേസ്റ്റ് ആയിട്ടുള്ള മിന്റ്. കാരണം മിന്റിനോട് GCC ഉള്ള ഈ അവിടുത്തെ എമിറാത്തികളാണെങ്കിലും സൗദികളാണെങ്കിലും അവർക്കൊക്കെ ഭയങ്കര താല്പര്യം മിന്റ്. നിങ്ങൾക്ക് ഇതുള്ളത് നിങ്ങൾക്ക് എന്തും ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ കാര്യം GCCയിൽ ഇപ്പൊ ചായ കുടിക്കുകയാണെങ്കിൽ പോലും അതിലൊരു കഷ്ണം മിന്റ് ഇട്ടിട്ടാണ് കുടിക്കുക. അപ്പൊ അവിടെ ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവും. പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട്, ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും എനിക്കറിയില്ല. കാരണം ആ മാർക്കറ്റിൽ ഞാൻ അങ്ങനെ കണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള അറിയില്ല. ഇത് ഫ്ലേവേർഡ് ആണ് അല്ലേ? അത് ഫ്ലേവേർഡാ. ടേസ്റ്റ് ഉണ്ട്. നാച്ചുറൽ ഉള്ള സാധനങ്ങൾ ഞാൻ നാച്ചുറൽ എന്ന് പറയും. ഫ്ലേവേർഡ് ഉള്ള ടേസ്റ്റ് ഓക്കെ ആണ് കേട്ടോ, നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. യങ്ങസ്റ്റും അധികം ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇപ്പം ലിച്ചിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ഗൾഫ് GCC കൺട്രീസ് ഇത് 100% സക്സസ് ആവേണ്ടി പോകുന്ന. GCC മാത്രമല്ല കേട്ടോ, നമ്മുടെ മലയാളികൾ ഒരുപാട് ആളുകൾ യൂറോപ്യൻ കൺട്രീസിൽ വരെ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദേശ വിപണികളിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ തന്നെയാണ് ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. എന്തായാലും നിങ്ങൾ വൺസ് വാങ്ങി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ കസ്റ്റമേഴ്സ് റിപ്പീറ്റ് വാങ്ങിക്കും, ഉറപ്പാണ്. പിന്നെ ഇതിന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കേരള മണ്ണിലെ പച്ചപ്പിൽ നിന്നും പച്ചില കൊണ്ടുണ്ടാക്കിയതൊരു ഡ്രിങ്ക്. അതെ, അതായത് മിന്റിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാ. അതാണ് നമ്മള് പറയുന്നത്. അത് വല്ലാണ്ട് കുലുക്കി ഇത് കുലുക്കരുത്. കുലുക്കി കഴിഞ്ഞാൽ അത് സോഡായതുകൊണ്ട് കുലുക്കി തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട്. ഇതിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് മോര് മുന്തിരി. ഇനിയിപ്പോ 100% ഇത് എനിക്ക് ഫ്ലേവേർഡ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമാവും, പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി മിന്റില് സോഡ അല്ലേ? അതെ, മിന്റ് വിത്ത് ലെമൺ. ഇതൊരു വെറൈറ്റി സാധനം. നിങ്ങൾ പറഞ്ഞ പോലെ ഈ ദഹനത്തിന് മിന്റ് എന്ന് പറയുന്നത് തന്നെ ദഹനത്തിന് ഉപയോഗിക്കുന്ന സാധനം. സൂപ്പർ. പിന്നെ ഇതാണെങ്കിലോ പാഷൻ ഫ്രൂട്ടോ? പാഷൻ ഫ്രൂട്ട് റിയൽ പൾപ്പാണ് അല്ലേ? ഫ്രൂട്ട് പൾപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാക്കണം. ചെറിയൊരു സോഡ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവും. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതൊക്കെ എന്തായാലും വിദേശത്തൊക്കെ എന്തായാലും ഇത് പോവും. ഇതൊരു ഓക്കെ ആണ്, പക്ഷെ എനിക്ക് ആ ഫ്ലേവർ അങ്ങ് സെറ്റ് ആയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് സെറ്റ് 100% ഓക്കെ. ഇതൊക്കെ ഇതും എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ ഈ ഫ്ലേവറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇതും പാഷൻ ഫ്രൂട്ട് ഞാൻ കൂടുതൽ അങ്ങനെ കഴിക്കാത്തതുകൊണ്ടാണ്. അല്ല, ഇതും കൂടി പറഞ്ഞോ. ഇതിപ്പോ ചില ആൾക്കാർ പാഷൻ ഫ്രൂട്ട് പറയുമ്പോൾ എസൻസ് ആണ്, ഫ്ലേവർ ആണെന്ന് തോന്നും. ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇല്ല, അങ്ങനല്ല. എനിക്ക് അത് അതിന്റെ ഇതിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമില്ല. അല്ല, നിങ്ങൾക്ക് ഫ്ലേവർ ആണ് ആഡ് ചെയ്തത് അല്ലെങ്കിൽ പൾപ്പാണ് ആഡ് ചെയ്തത്, എന്താ തോന്നുന്നത് കുടിച്ചിട്ട്? കുടിക്കുമ്പോൾ അത് ചില ആൾക്കാർക്ക് കുടിക്കുമ്പോൾ അറിയാലോ ഫ്ലേവർ ആണോ അല്ലേ എന്നുള്ളത്. ഇത് പാഷൻ ഫ്രൂട്ട് തന്നെ, അതിൽ എന്തോ ഒരു മിക്സ് ഉണ്ട്, സോഡ മിക്സ് ചെയ്തിട്ടുണ്ടോ? അല്ലാണ്ട് ബാക്കിയൊക്കെ നമ്മൾ പൾപ്പ് തന്നെ ആഡ് ചെയ്തതാണ്. ഇത് മിക്കവാറും ഞാനൊന്ന് എല്ലാം കൂടി മോരും ഒന്നുമില്ല, അതിനാണ് നമുക്ക് ഈ സാധനം ഉള്ളത്. ഏതായാലും ഇത്ര സാധനം കുടിച്ചില്ലേ നിങ്ങളിപ്പോ? ഞാൻ ബ്രാൻഡ് ഞാൻ എടുത്ത് പറയുന്നില്ല, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് അല്ലെ? ആ ബ്രാൻഡുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ ലോക്കൽ സെറ്റപ്പിലോട്ടാണോ അത്? കാരണം അത് നമ്മള് വിപണിയിലോട്ട് നല്ല രീതിയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടേ. എക്സാക്ട്ലി
സെയിം ബ്രാൻഡ് ഞാൻ പറയില്ല. എക്സാക്ട്ലി സെയിം. നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഏതായിരിക്കും ബ്രാൻഡ് എന്നുള്ളത്. കമന്റ് ചെയ്യട്ടോ. അത് കമന്റ് ചെയ്യട്ടെ. അത് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ വേണ്ടത് ആ രാജ്യത്തിനെ കമന്റ് ചെയ്യാം. അപ്പം അതൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേറെന്നുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് പരസ്യങ്ങൾ പോകുന്നുണ്ട്. കുറെ ആൾക്കാർ എൻക്വയറിക്ക് വരുന്നുണ്ട്. വേണ്ടൊരു ഇതെന്തായാലും ഞാൻ ബാക്കി പ്രൊഡക്റ്റുകളിലൊന്നും ഞാൻ പറയില്ല, കാരണം എല്ലാം പുതിയ ടേസ്റ്റ് ആണ്, ആളുകൾക്ക് ഇഷ്ടമായി വരണം. പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് പേഴ്സണലി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടെ ഒരു ഇതാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എക്സ്പോർട്ടിങ്ങിലേക്കാണ്. ഇതിന് വലിയൊരു മാർക്കറ്റ് പുറത്തുണ്ട്, എക്സ്പോർട്ടിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. UK ആയിക്കോട്ടെ, ഓസ്ട്രേലിയ അടിപൊളിയാണ്. ഈ സാധനം വേണ്ടിയൊരു പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പറും അഡ്രസ്സും ഒക്കെ ആളുകൾ കോൺടാക്ട് ചെയ്യട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഫ്യൂച്ചറിൽ പുതിയ പ്രോഡക്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. ഒന്നും വേണ്ട, നിങ്ങള് നമ്മള് മലയാളികള് കുറെ കാലത്തെ എഫേർട്ട് കൊണ്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് എഫേർട്ട് ഉണ്ട്. നമ്മൾ ഈ സാധനം ഇറക്കിയിട്ടുള്ളത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടില് നല്ലത് കുടിക്കട്ടെ. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ നല്ലത്, ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടേതായിട്ടുള്ള ഒരു ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നല്ലത് നിങ്ങൾ കുടിക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ പറഞ്ഞു. ഓക്കെ, ബൈ.